സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഇതിൽ കൂടുതലും തിയറി പോയിന്റ്സ് ആണ് വരുന്നത്. അപ്പോൾ തിയറി നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് പഠിക്കണം. ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരാനൊരു സാഹചര്യമുണ്ട്. സോ നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞ സെക്ഷനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി എന്നൊരു വാക്കാണ്. നമ്മളൊരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഞാനൊരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോഡിയുടെ ലെങ്തോ അതിൻ്റെ ഏരിയയോ വോളിയമോ ഷേപ്പോ മാറാനൊരു സാഹചര്യമുണ്ട്. സോ ഒരു അപ്ലൈഡ് ഫോഴ്സ് കാരണം ഈ ഡൈമെൻഷൻസ് ബോഡിയുടെ മാറുമ്പോൾ ബോഡിയുടെ ഉള്ളിൽ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും, ഈ ബോഡിയെ അതിൻ്റെ ഒറിജിനൽ ഡൈമെൻഷനിലേക്ക് കൊണ്ടുവരാൻ. ആ ഒരു പ്രോപ്പർട്ടിയുടെ പേരാണ് ഇലാസ്റ്റിസിറ്റി. സോ ഇലാസ്റ്റിസിറ്റിക്ക് പ്രധാനമായിട്ടുള്ള കാരണം ഏത് ഫോഴ്സാണ്? റീസ്റ്റോറിംഗ് ഫോഴ്സാണ്. ഇലാസ്റ്റിസിറ്റിക്ക് പ്രധാനമായിട്ടുള്ള കാരണം റീസ്റ്റോറിംഗ് ഫോഴ്സാണ്. നമ്മൾ ഒരു ബോഡിയെ വലിച്ചിട്ട് കൈവിട്ടാൽ അത് എക്സാക്ട്ലി അതിൻ്റെ പഴയ ഷേപ്പിലേക്ക് ഉടനെ വരികയാണെങ്കിൽ അതിനെ നമ്മൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി എന്ന് വിളിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡിക്ക് പെർഫെക്റ്റ് എക്സാമ്പിൾ ക്വാർട്സ് അല്ലെങ്കിൽ ഫോസ്ഫർ ബ്രോൺസ് എന്ന് പറയും. ക്വാർട്സ് അല്ലെങ്കിൽ ഫോസ്ഫർ ബ്രോൺസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിന് വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ്. ഇനി നമ്മൾ ചെളി, മഡ്, ക്ലേ ഒക്കെ ശ്രദ്ധിക്കുക. ചെളി അല്ലെങ്കിൽ മഡ് നമ്മളിങ്ങനെ കംപ്രസ് ചെയ്താൽ അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ കംപ്രസ്ഡ് ആവും. പക്ഷെ കൈ വിട്ടാൽ അത് തിരിച്ചൊരിക്കലും അതിൻ്റെ പഴയ ഷേപ്പിലേക്ക് വരില്ല. സോ മഡ്, ക്ലേ, പുട്ടി. സോ മഡ്, ക്ലേ, പുട്ടി ഇതൊക്കെ പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡിക്ക് എക്സാമ്പിളാണ്. അതായത് ഇലാസ്റ്റിക് അല്ലാത്ത ബോഡിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡി. ഇനി ഒരു ടേം ഇവിടെ ശ്രദ്ധിക്കുക. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ എന്ന കൺസെപ്റ്റ്. സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. നമ്മൾ ശ്രദ്ധിക്കാൻ, റബ്ബർ ഇലാസ്റ്റിക് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ പ്രാക്ടിക്കലി അതിനേക്കാൾ ഇലാസ്റ്റിക് ആണ് സ്റ്റീല്. സോ സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. സോ ഇലാസ്റ്റിസിറ്റിയുടെ ഒരു കൺസെപ്റ്റാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ രണ്ട് ടേമുകൾ ഇവിടെ പറയുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യത്തെ ടേം സ്ട്രെസ് എന്ന് പറഞ്ഞ ടേമാണ്. നമ്മൾ പറഞ്ഞു ബോഡിക്കുള്ളിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയയെ വിളിക്കുന്ന പേരാണ് സ്ട്രെസ്. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ എന്നും എഴുതാം. സോ സ്ട്രെസ് എന്താണ്? റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ നമ്മൾ സ്ട്രെസ് എന്ന് വിളിക്കും. സ്ട്രെസ് സ്കെയിലാറുമല്ല വെക്ടറുമല്ല. സ്ട്രെസ് ഈസ് എ ടെൻസർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, സ്കെയിലാറും വെക്ടറും അല്ലാത്തൊരു ടേമാണ് സ്ട്രെസ് ഈസ് എ ടെൻസർ ക്വാണ്ടിറ്റി. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് സ്ട്രെയിൻ ആണ്. നമ്മൾ പറഞ്ഞു ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോഡിയുടെ ലെങ്തിന് വ്യത്യാസം വരും. റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ബോഡി തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരികയാണെങ്കിൽ അവിടെ ചേഞ്ച് ഇൻ ഡൈമെൻഷൻ ഇല്ല. പക്ഷേ നമ്മളൊരു വയർ എടുക്കുക, ആ വയറിൻ്റെ ഇനിഷ്യൽ ലെങ്ത് 5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഞാനതിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഒരു 10 സെൻറ്റിമീറ്ററായി. ഞാൻ ഫോഴ്സ് വിഡ്രോ ചെയ്തു. 10ൽ നിന്ന് അത് 5ലേക്ക് വന്നാൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ചിലപ്പോൾ വലിച്ചിട്ട് കൈവിടുമ്പോൾ തിരിച്ച് 5ലേക്ക് വരില്ല, പകരം 7ലോ 6ലേക്കോ വന്ന് നിൽക്കും. എന്ന് വെച്ചാൽ ഇനിഷ്യൽ ലെങ്ത് 5 ആയിരുന്നു, അപ്ലൈ ചെയ്തപ്പോൾ 10ആയി, വിഡ്രോ ചെയ്തപ്പോൾ 7ൽ വന്ന് നിന്നു. എന്ന് വെച്ചാൽ ഇനിഷ്യൽ ലെങ്ത് 5, ഇപ്പോൾ ഫൈനൽ ലെങ്ത് 7. അപ്പോൾ ദർ ഈസ് എ ചേഞ്ച് ഇൻ ഡൈമെൻഷൻ. അപ്പോൾ വാട്ട് ഈസ് സ്ട്രെയിൻ? സ്ട്രെയിൻ ഈസ് ചേഞ്ച് ഇൻ ഡൈമെൻഷൻ, ഡെൽറ്റ. ചേഞ്ച് ഇൻ ഡൈമെൻഷൻ ബൈ ഒറിജിനൽ ഡൈമെൻഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെയിന് നോ യൂണിറ്റ് ആണ്. സ്ട്രെയിന് യൂണിറ്റ് ഇല്ല. ചേഞ്ച് ഇൻ ഡൈമെൻഷൻ ബൈ ഒറിജിനൽ ഡൈമെൻഷനെ വിളിക്കുന്ന പേരാണ് സ്ട്രെയിൻ. സോ ഡെൽറ്റ എൽ ബൈ എൽ എന്ന് വെച്ചാൽ ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറയും. ഡെൽറ്റ എൽ ബൈ എല്ലിന്റെ പേര് ടെൻസൈൽ സ്ട്രെയിൻ എന്നാണ്. ഡെൽറ്റ എൽ ബൈ എൽ ഈസ് ടെൻസൈൽ സ്ട്രെയിൻ.
ഡെൽറ്റ എ ബൈ എ, അപ്പോൾ ചേഞ്ച് ഇൻ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ ആണ്. അതിൻ്റെ പേര് സൂപ്പർഫിഷ്യൽ സ്ട്രെയിൻ എന്നാണ്. ഡെൽറ്റ വി ബൈ വി, അതിൻ്റെ പേര് വോളിയം സ്ട്രെയിൻ എന്നാണ്. അതിൻ്റെ പേര് വോളിയം സ്ട്രെയിൻ എന്നാണ്. ഇനി ഫൈ, അതിൻ്റെ പേര് ഷിയർ സ്ട്രെയിൻ എന്നാണ്. അതെന്താണെന്ന് നമ്മൾ വഴിയെ പറയും. ഷെയ്പ്പിലുണ്ടാകുന്ന വ്യത്യാസത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിൻ്റെ പേരാണ് ഷിയർ സ്ട്രെയിൻ. അതിനെ ഫൈ എന്നൊരു ആംഗിളിൻ്റെ രൂപത്തിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ടെൻസൈല്, സൂപ്പർഫിഷ്യല്, വോളിയം, ഷിയർ, ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെയിൻ. ക്ലിയർ അല്ലേ? സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല. ഇനി അടുത്ത കാര്യം നോക്കാം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ടെൻസൈൽ സ്ട്രെസ് എന്നൊരു കൺസെപ്റ്റാണ്. ടെൻസൈൽ സ്ട്രെസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലൊരു ബോഡി ഉണ്ട്. ആ ബോഡിയിലേക്ക് നിങ്ങൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സുകൾ ഇങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിൻ്റെ പേരാണ് ടെൻസൈൽ സ്ട്രെസ്. നിങ്ങൾ ഇങ്ങനെ കൊടുത്താൽ അത് ടെൻസൈൽ സ്ട്രെസ്സാണ്. ഇങ്ങനെ കൊടുത്താൽ എലോങ്ങേഷൻ, ഇങ്ങനെ കൊടുത്താൽ കംപ്രഷൻ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കൊടുക്കുന്ന ഫോഴ്സ്, അത് കാരണം ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിൻ്റെ പേരാണ് ടെൻസൈൽ സ്ട്രെസ്. ടെൻസൈൽ സ്ട്രെസ് കാരണം ബോഡിയുടെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ടെൻസൈൽ സ്ട്രെസ് കാരണം ബോഡിയുടെ ലെങ്ത് ചേഞ്ച് ചെയ്യും. ഷേപ്പ് മേ ഓർ മേ നോട്ട് ചേഞ്ച് ആണ്. ഷേപ്പ് മേ ഓർ മേ നോട്ട് ചേഞ്ച്, മറക്കണ്ട. ഷേപ്പ് മേ ഓർ മേ നോട്ട് ചേഞ്ച്. ടെൻസൈൽ സ്ട്രെസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സോളിഡുകളിലാണ്. ക്ലിയർ അല്ലേ? ഇനി ഒരു കാര്യം നോക്കുക. ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ എന്തിലാണ് അപ്ലൈ ചെയ്യുന്നത്? സോളിഡ്സിലാണ് അപ്ലൈ ചെയ്യുന്നത്. അതാണ് ടെൻസൈൽ സ്ട്രെസ്. ഇനി അടുത്ത കാര്യം ഇവിടെ ശ്രദ്ധിക്കുക. അടുത്ത കാര്യം വോളിയം സ്ട്രെസ് ആണ്. വോളിയം സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തിനാണ് ചേഞ്ച്? വോളിയത്തിന് ചേഞ്ചാണ്. പക്ഷേ ഒരിക്കലും എന്ത് ചേഞ്ച് ചെയ്യില്ല? ഷേപ്പ് ഡസ് നോട്ട് ചേഞ്ച്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷേപ്പ് ഡസ് നോട്ട് ചേഞ്ച്. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? വോളിയം സ്ട്രെസ് നമുക്ക് സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും അപ്ലൈ ചെയ്യാം. മൂന്നാമത്തെ സ്ട്രെസ് ടെൻസൈൽ സ്ട്രെസ് ആണ്. ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചേഞ്ച് ചെയ്യും? ഷേപ്പ് ചേഞ്ച് ചെയ്യും. വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ടെൻസൈൽ സ്ട്രെസ് മോസ്റ്റ് പ്രൊഡോമിനൻ്റ്ലി സോളിഡുകൾ മാത്രമാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇതാണ് ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ കൺസെപ്റ്റ്. സോ ടെൻസൈൽ സ്ട്രെസ്സിൽ എന്ത് ചേഞ്ച് ചെയ്യും? ഷേപ്പ് ചേഞ്ച് ചെയ്യും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ക്ലിയർ അല്ലേ? ഇനി അടുത്ത കാര്യം നോക്കാം. അടുത്തത് ഇവിടെ ശ്രദ്ധിക്കുക. ഇലാസ്റ്റിക് ലിമിറ്റ് എന്നൊരു വാക്കിനെ പറ്റി ഇവിടെ നോക്കുക. ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് വെച്ചാൽ ദ മാക്സിമം വാല്യൂ ഓഫ് സ്ട്രെസ് അപ് ടു വിച്ച് ബോഡി ഷോസ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി. നിങ്ങൾക്കൊരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കാം. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, കൈവിടുന്നു, വീണ്ടും പഴയ പൊസിഷനിലേക്ക് വരുന്നു, വീണ്ടും കുറച്ചുകൂടെ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, കൈവിടുന്നു, വീണ്ടും പഴയ പൊസിഷനിലേക്ക് വരുന്നു. ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ, വിഡ്രോ ചെയ്താൽ ബോഡി ഒരിക്കലും തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരില്ല. ആ ലിമിറ്റിൻ്റെ പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. സോ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് മാക്സിമം സ്ട്രെസ് അപ് ടു വിച്ച് ബോഡി ഷോസ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി. സോ ഒരു പുതിയ ലോ നമ്മൾ പറയുകയാണ്, ഹൂക്സ് ലോ. അണ്ടർ ഹൂക്സ് ലോ എന്താണ് പറയുന്നത് വെച്ചാൽ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിൽ എല്ലാ ബോഡിയും ഇലാസ്റ്റിക് നേച്ചർ കാണിക്കും. ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിൽ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ് സിഗ്മ, സ്ട്രെയിൻ ഇ. സോ സ്ട്രെസ് ബൈ സ്ട്രെയിൻ is always a constant. അതിൻ്റെ പേര് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നാണ്. MOE ആണ്.
മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഒരു കോൺസ്റ്റന്റ് ആണ്, മറക്കരുത്. സ്ട്രെസ് കൂടുമ്പോൾ ആരും കൂടും? സ്ട്രെയിൻ കൂടും. പക്ഷെ എത്ര സ്ട്രെസ് കൂട്ടിയാലും എത്ര സ്ട്രെയിൻ കൂട്ടിയാലും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഒരിക്കലും മാറാൻ പോകുന്നില്ല. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി is a constant and it is a material property. Modulus of elasticity is a constant. It is a material property. It independent of dimensions. It is independent of dimensions. അതായത് നിങ്ങൾ സ്റ്റീൽ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ എടുത്താൽ, സ്റ്റീൽ പിന്നെടുത്താലും സ്റ്റീലിൻ്റെ ചെയിൻ എടുത്താലും സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ ഒരു ട്രെയിൻ എടുത്താലും എല്ലാത്തിൻ്റെയും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി സെയിം ആയിരിക്കും. കാര്യം അതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്റ്റീൽ കൊണ്ടാണ്. സോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് എ മെറ്റീരിയൽ പ്രോപ്പർട്ടി. ഇനി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്ട്രെസ്സിൻ്റെ അതേ യൂണിറ്റ് തന്നെയാണ്. കാരണം സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ പറ്റി പറഞ്ഞു. ഇനി ഇവിടെ നോക്കുക, 3 ടൈപ്സ് ഓഫ് മോഡുലസ് ആണ് ഉള്ളത്. ഒന്നാമത്തേനെ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് വിളിച്ചു. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അത് ജനറലി ഫോർ എന്തിനാണ്? സോളിഡ്സ് ആണ്. ജനറലി ഫോർ സോളിഡ്സ്. ക്ലിയർ അല്ലേ? യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ജനറലി ഫോർ സോളിഡ്സ്. ഇനി യങ്സ് മോഡുലസ് ഫോർ എ perfectly elastic body is infinity. Young's modulus for a rigid body എപ്പോഴും 0 ആയിരിക്കും. റിജിഡ് ബോഡിക്ക് യങ്സ് മോഡുലസ് ഇല്ല, പക്ഷെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡിയിലേക്ക് യങ്സ് മോഡുലസ് ഇൻഫിനിറ്റി ആണ്. ഇനി യങ്സ് മോഡുലസ് ജനറലി ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ആണ്. സാധാരണ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ യങ്സ് മോഡുലസ് കുറയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. പക്ഷേ ഇൻവാർ എന്ന ഒരു അലോയ് എടുത്താൽ യങ്സ് മോഡുലസ് റിമെയിൻസ്. അതായത് ഇൻവാർ എന്ന് പറയുന്ന അലോയ് എടുത്താൽ യങ്സ് മോഡുലസ് എന്ത് സംഭവിക്കും? ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, ഇൻവാർ എന്ന് പറയുന്ന അലോയ് നിങ്ങൾ എടുത്താൽ യങ്സ് മോഡുലസ് ഈസ് എ കോൺസ്റ്റന്റ്. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? സോ ഫോർ ഇൻവാർ യങ്സ് മോഡുലസ് ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അലോയിൽ യങ്സ് മോഡുലസ് എന്തായിട്ട് നിൽക്കും? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. പക്ഷെ അതിന് മുമ്പൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ യങ്സ് മോഡുലസ് കൂടി കഴിഞ്ഞിട്ടാണ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. ക്ലിയർ അല്ലേ? സാധാരണഗതിയിൽ യങ്സ് മോഡുലസ് കുറയും ബാക്കി എല്ലാ മെറ്റൽസിലും. പക്ഷെ ഈ ഒരു കേസിൽ യങ്സ് മോഡുലസ് കൂടും, എന്നിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഇനി അടുത്തത് യങ്സ് മോഡുലസ് ഓഫ് അലോയ്സ്. യങ്സ് മോഡുലസ് ഓഫ് അലോയ്സ് ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് മെറ്റൽസ്. യങ്സ് മോഡുലസ് ഓഫ് അലോയ്സ് ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് മെറ്റൽസ്. യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഈസ് ഗ്രേറ്റർ ദാൻ യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ. മറക്കണ്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇതൊക്കെയാണ് നമുക്ക് ബേസിക്കലി യങ്സ് മോഡുലസിൻ്റെ തിയറിയെ പറ്റി പറയാനുള്ളത്. അടുത്ത കാര്യം നോക്കാം. അടുത്തത് യങ്സ് മോഡുലസ് എന്ന് വെച്ചാൽ ടെൻസൈൽ സ്ട്രെസ് ബൈ ടെൻസൈൽ സ്ട്രെയിൻ ആണ്. Tensile stress by tensile strain. So if tensile strain is equal to 1, അപ്പോൾ യങ്സ് മോഡുലസിനെ നമുക്ക് എന്താണെന്ന് പറയാം? ടെൻസൈൽ സ്ട്രെസ് എന്ന് വിളിക്കാം. നമുക്ക് യങ്സ് മോഡുലസിനെ എന്ത് വിളിക്കാം? ടെൻസൈൽ സ്ട്രെസ് എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? യങ്സ് മോഡുലസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ടെൻസൈൽ സ്ട്രെസ് എന്ന് വിളിക്കാം. ടെൻസൈൽ സ്ട്രെയിൻ്റെ ഫോർമുല ഡെൽറ്റ എൽ ബൈ എൽ ഇസ് ഈക്വൽ ടു 1 എന്നാണ്. ഡെൽറ്റ എൽ ബൈ എൽ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയേ, വാട്ട് ഈസ് ഡെൽറ്റ എൽ? L2 മൈനസ് L1 ഡിവൈഡ് ബൈ L1 ഇസ് ഈക്വൽ ടു 1. ഡെൽറ്റ എൽ എന്ന് വെച്ചാൽ ഫൈനൽ മൈനസ് ഇനിഷ്യൽ അല്ലേ? L2ന് 2L എന്ന് കൊടുത്തു, L1ന് L എന്ന് കൊടുത്തു, L1ന് L എന്ന് കൊടുത്തു. അപ്പോൾ 2L മൈനസ് L L അല്ലേ? L ബൈ L 1 അല്ലേ? എന്ന് വെച്ചാൽ
ടെൻസൈൽ സ്ട്രെയിൻ 1 എന്ന് വെച്ചാൽ അതിനർത്ഥം ഫൈനൽ ലെങ്ത് ഇനിഷ്യൽ ലെങ്തിന്റെ ഡബിൾ ആണെന്നാണ് അർത്ഥം. സോ യങ്സ് മോഡുലസ് ഈസ് ഡിഫൈൻഡ് ആസ് ടെൻസൈൽ സ്ട്രെസ് റിക്വയർഡ് ടു ഡബിൾ ദ ലെങ്ത് ഓഫ് ദ ബോഡി. ഒരു ബോഡിയുടെ ഇനിഷ്യൽ ലെങ്ത് L ആണ്, അതിന്റെ ഫൈനൽ ലെങ്ത് 2L ആണെങ്കിൽ നമ്മളിവിടെ പ്രൂവ് ചെയ്തു സ്ട്രെയിൻ്റെ വാല്യൂ 1 ആണ്. സ്ട്രെയിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിന്റെ പേരാണ് യങ്സ് മോഡുലസ്. സോ യങ്സ് മോഡുലസ് ഈസ് ഡിഫൈൻഡ് ആസ് the stress required to double the length of the body. ഓക്കെ, അപ്പോൾ നമ്മൾ ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ ഡെഫിനിഷൻ ഇവിടെ പറഞ്ഞു. ഇനി ടെൻസൈൽ സ്ട്രെസ് നോക്കാം. യങ്സ് മോഡുലസ് ഈക്വൽ ടു ടെൻസൈൽ സ്ട്രെസ് മീൻസ് ഫോഴ്സ് ബൈ ഏരിയ. ടെൻസൈൽ സ്ട്രെയിൻ ഈസ് ഡെൽറ്റ എൽ ബൈ എൽ. സോ യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ FL ഡിവൈഡഡ് ബൈ A ഇൻറ്റു ഡെൽറ്റ എൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഡെൽറ്റ എൽ എഴുതാം. ഇറ്റ് ഈസ് FL ബൈ AY. FL ബൈ AY. ക്ലിയർ അല്ലേ? അപ്പോൾ ഡെൽറ്റ എൽ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഫോഴ്സ്, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഏരിയ ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു യങ്സ് മോഡുലസ്. ഇതാണ് യങ്സ് മോഡുലസിൻ്റെ ഫോർമുല. അപ്പോൾ നമ്മൾ യങ്സ് മോഡുലസിൻ്റെ കൺസെപ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. നമുക്കിനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ബൾക്ക് മോഡുലസിനെ പറ്റിയാണ്. ബൾക്ക് മോഡുലസ് സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും പറയാം. ബൾക്ക് മോഡുലസിൻ്റെ ഫോർമുല വോളിയം സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയം സ്ട്രെയിൻ എന്നാണ്. വോളിയം സ്ട്രെസ് ഡിവൈഡ് ബൈ വോളിയം സ്ട്രെയിൻ. വോളിയം സ്ട്രെസ്സിനെ ഞാൻ DP എന്ന് വിളിച്ചു, വോളിയം സ്ട്രെയിനെ ഞാൻ DV ബൈ V എന്ന് വിളിച്ചു, എന്നിട്ടൊരു മൈനസ് സൈൻ കൊടുത്തു. അല്ലെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെയും കൊടുക്കാം, ഡെൽറ്റ പി മൈനസ് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ V ബൈ V. നിങ്ങൾക്കറിയാം സ്ട്രെസ് എന്ന് വെച്ചാൽ അതിൻ്റെ യൂണിറ്റ് പ്രഷർ എന്ന് തന്നെയാണ്. അപ്പോൾ വോളിയം സ്ട്രെസ്സിൻ്റെ വേറൊരു പേര് പ്രഷർ എന്നാണ്. DP എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയൊരു പ്രഷർ എന്നാണ്. വോളിയം സ്ട്രെയിൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ഓക്കെ അല്ലേ? അപ്പം വോളിയം സ്ട്രെസ്സിനെ നമുക്ക് എന്തുമായിട്ട് വിളിക്കാം? പ്രഷർ എന്നും വിളിക്കാം. എന്തുകൊണ്ട് മൈനസ് സൈൻ കൊടുത്തു എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മളിത് എഴുതുന്നത്. അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. അതുകൊണ്ടാണ് ഇൻവേഴ്സ് റിലേഷൻ ആയതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത്. സോ ബൾക്സ് മോഡുലസിന്റെ ഫോർമുല മറക്കണ്ട, മൈനസ് DP ഡിവൈഡഡ് ബൈ DV ബൈ V, അല്ലെങ്കിൽ മൈനസ് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ V ബൈ V. വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. ഇപ്പോൾ ബൾക്സ് മോഡുലസ് നമുക്കിനി കുറച്ച് കാര്യങ്ങൾ ബൾക്സ് മോഡുലസിൽ പഠിക്കാം. B ഈസ് ഈക്വൽ ടു മൈനസ് DP ഡിവൈഡഡ് ബൈ DV ബൈ V. ഡെൽറ്റ പിക്ക് വരെ വേണമെങ്കിൽ P എന്നും കൊടുക്കാം. P ഡിവൈഡഡ് ബൈ ഡെൽറ്റ V ബൈ V മൈനസ് സൈൻ കൊടുക്കാം. അപ്പോൾ വാട്ട് ഈസ് ഡെൽറ്റ V ബൈ V? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് P ബൈ V. നെഗറ്റീവ് ഇടണമെന്നില്ല, ഓപ്പോസിറ്റ് നേച്ചർ കാണിക്കുന്നതുകൊണ്ടാണ് നെഗറ്റീവ് വരുന്നത്. സോ ഡെൽറ്റ V ബൈ V ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? മൈനസ് P ബൈ V. ക്ലിയർ അല്ലേ? ഡെൽറ്റ V ബൈ വിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഡെൽറ്റ റോ ബൈ റോ എന്നും കൊടുക്കാം. ക്ലിയർ അല്ലേ? എന്ത് കൊടുക്കാം? ഡെൽറ്റ റോ ബൈ റോ എന്നും കൊടുക്കാം. അപ്പോൾ മൈനസ് നിങ്ങൾക്ക് മാറ്റിയിട്ട് P ബൈ B എന്ന് എഴുതാം. ഓക്കെ, സോ എന്താ അങ്ങനെ കാരണം എന്ന് വെച്ചാൽ മാസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. മാസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വോളിയം കൂടുമ്പോൾ ഡെൻസിറ്റി കുറയും. അപ്പോൾ ഡെൽറ്റ V ബൈ V പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ റോ ബൈ റോ നെഗറ്റീവ് ആയിരിക്കും. വോളിയം കൂടുമ്പോൾ ഡെൻസിറ്റി കുറയണം. അപ്പോൾ ബൾക്സ് മോഡുലസിൻ്റെ പ്രധാനമായിട്ടുള്ള ഇക്വേഷൻസ് ആണ് മൈനസ് DP ബൈ DV ബൈ V. വാട്ട് ഈസ് DP? ചേഞ്ച് ഇൻ പ്രഷർ. അതിനെ വോളിയം സ്ട്രെസ് എന്നും വിളിക്കാം. വാട്ട് ഈസ് DV ബൈ V? DV ബൈ V ആണ്. വാട്ട് ഈസ് DV ബൈ V? വോളിയമെട്രിക് സ്ട്രെയിൻ. മൈനസ് കാണിക്കുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രഷർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വോളിയം എന്നാണ്. ഡെൽറ്റ V ബൈ V ഈക്വൽ ടു മൈനസ് P ബൈ എന്ന് എഴുതാം. അപ്പോൾ ഡെൽറ്റ റോ ബൈ റോ എന്ന് വെച്ചാൽ മൈനസ് മാറ്റിയിട്ട് P ബൈ B എന്നും എഴുതാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതോർത്ത് വയ്ക്കുക. ബൾക്സ് മോഡുലസ് സോളിഡ്സിനും ലിക്വിഡ്സിനും ഗ്യാസിനും പറ്റുമെന്നർത്ഥം. അടുത്ത ടേം ഇവിടെ ശ്രദ്ധിക്കുക. അടുത്ത ടേം കംപ്രസിബിലിറ്റി ആണ്.
സ്മോൾ കെ ആണ്. ബൾക്സ് മോഡുലസിൻ്റെ റെസിപ്രോക്കലിനെ വിളിക്കുന്ന പേരാണ് കംപ്രസിബിലിറ്റി. ഏറ്റവും കൂടുതൽ കംപ്രസിബിൾ ഗ്യാസ് ആണ്, അത് കഴിഞ്ഞാൽ ലിക്വിഡ് ആണ്, അത് കഴിഞ്ഞാൽ സോളിഡ് ആണ്. അപ്പോൾ ബൾക്സ് മോഡുലസ് ഏറ്റവും കുറവ് ഗ്യാസിലാണ്, പിന്നെ ലിക്വിഡിൽ, ഏറ്റവും കൂടുതൽ സോളിഡിൽ. കംപ്രസിബിലിറ്റിയുടെ റെസിപ്രോക്കലാണ് ബൾക്സ് മോഡുലസ്. അപ്പോൾ കംപ്രസിബിലിറ്റി കൂടുതലുള്ള ആൾക്ക് ബൾക്സ് മോഡുലസ് കുറവായിരിക്കണം. കംപ്രസിബിലിറ്റി എന്ന് വെച്ചാൽ കംപ്രസ് ചെയ്യാനുള്ള കഴിവ്. ഏറ്റവും കൂടുതൽ കംപ്രസിബിൾ ആരാണ്? ഗ്യാസുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബൾക്സ് മോഡുലസിൻ്റെ കൺസെപ്റ്റും പറഞ്ഞു. അടുത്തത് ഇവിടെ ശ്രദ്ധിക്കുക. ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് വിളിക്കും. ജി എന്നൊരു സിമ്പലാണ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ. ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ. ഷിയർ സ്ട്രെസ് ഈസ് ഫോഴ്സ് ബൈ ഏരിയ. ഷിയർ സ്ട്രെയിൻ ഫൈ എന്ന് വിളിക്കും. ഷിയർ സ്ട്രെയിൻ എന്താണ്? ഫൈ. അപ്പം ഇനി എന്താണ് ഷിയർ സ്ട്രെയിൻ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഷിയർ മോഡുലസ് ഓഫ് റിജിഡിറ്റി ഈസ് ഫോർ സോൾട്സ്. ഇവിടെ നോക്കുക, ഫോർ മെറ്റൽസ് ഓൺലി. ഫോർ മെറ്റൽസ് ഓൺലി ഷിയർ മോഡുലസ് ഇസ് ഈക്വൽ ടു, മറക്കണ്ട, ഫോർ മെറ്റൽസ് ഓൺലി ഷിയർ മോഡുലസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു y/3 ആണ്. സോ യങ്സ് മോഡുലസിന്റെ 1/3 ആണ് ഷിയർ മോഡുലസ്. എന്തിനു മാത്രം? മെറ്റലിന് മാത്രമുള്ള പ്രോപ്പർട്ടിയാണത്. മെറ്റലിന് മാത്രമുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എന്താണ് നമുക്ക് ഈ ഷിയർ മോഡുലസ് എങ്ങനെ വരുന്നു എന്ന് നമുക്ക് പഠിക്കാം. ഇവിടെ നോക്കുക, ഷിയർ മോഡുലസ് എങ്ങനെ വരുന്നു എന്ന് ഇവിടെ ശ്രദ്ധിക്കുക. നമ്മളിവിടെ ഒരു ബ്ലോക്ക് ഗ്രൗണ്ടിൽ ഇങ്ങനെ ഫിക്സ് ചെയ്തു. ഒരു ബ്ലോക്ക് ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ലോവർ ഫേസ് ആണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഏത് ഫേസ് ആണോ ഫിക്സ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അപ്പർ ഫേസിൽ വേണം ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ. അതിൻ്റെ അപ്പർ ഫേസിൽ ടാൻജൻഷ്യൽ ആയിട്ട് വേണം ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ. അതുകൊണ്ടാണ് ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ അതിന് അപ്ലൈഡ് ഫോഴ്സ് ടാൻജൻഷ്യലാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴത്തെ ലെയർ ഫിക്സ് ചെയ്തിട്ട് മുകളിലത്തെ ലെയറിനെ നിങ്ങൾ തള്ളിക്കഴിഞ്ഞാൽ താഴത്തെ ലെയറിൽ നിന്നും മുകളിലത്തെ ലെയർ കുറച്ചങ്ങ് ഡിസ്പ്ലേസ്ഡ് ആവും. പണ്ട് കറക്റ്റ് താഴത്തെ ലെയറിന് മുകളിലാണ് മുകളിലത്തെ ലെയർ നിന്നിരുന്നത്. താഴത്തെ ലെയറിനെ ഫിക്സ് ചെയ്ത് നിങ്ങൾ തള്ളിക്കഴിഞ്ഞാൽ അതങ്ങ് തട്ടി മാറും. എന്ന് വെച്ചാൽ ദർ വിൽ ബി എ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് അപ്പർ ലെയർ ഓവർ ദ ലോവർ ലെയർ. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് അങ്ങ് മാറും. ഷേപ്പ് മാറുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? ഷിയർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. സോ ഇപ്പോൾ ഇങ്ങനെയായി. ഓക്കെ, സോ പഴയ ഷേപ്പ് പോലെയല്ല, ഇപ്പം ഇതാണ് ഷേപ്പ്. ഇങ്ങനെ അങ്ങ് മാറി. ഈ എൻ്റെ ഫിക്സ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എത്ര ആംഗിൾ മാറി? 5. ഈ 5 ആംഗിളാണ് ഇത് ചരിഞ്ഞത്. ഈ 5നെ വിളിക്കുന്ന പേരാണ് ഷിയർ സ്ട്രെയിൻ. 5നെ വിളിക്കുന്ന പേരാണ് ഷിയർ സ്ട്രെയിൻ. സോ ഇറ്റ് ഈസ് ഓൺലി കൺഫൈൻഡ് ഫോർ ചേഞ്ച് ഇൻ ഷേപ്പ്. ഷേപ്പിന് ചേഞ്ച് ഉള്ളപ്പോൾ മാത്രമാണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്നുള്ള കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ചേഞ്ച് ഇൻ ഷേപ്പ്. ഇതിനെ ഞാൻ ഡെൽറ്റ എൽ എന്ന് വിളിച്ചു, ഇതിനെ ഞാൻ എൽ എന്ന് വിളിച്ചു. ട്രിഗണോമെട്രി അനുസരിച്ച് ടാൻ ഫൈൻ്റെ ഫോർമുല ഡെൽറ്റ എൽ ബൈ എൽ ആണ്. ഫൈ വളരെ ചെറുതായതുകൊണ്ട് ടാൻ ഫൈനെ നമുക്ക് ഫൈ എന്ന് എഴുതാം. സോ അപ്പോൾ ഫൈ ഈക്വൽ ടു എന്ത് കിട്ടി? ഡെൽറ്റ എൽ ബൈ എന്ന് കിട്ടി. സോ അപ്പോൾ നമുക്ക് ഫൈൻ്റെ വാല്യൂ കിട്ടി. ഷിയർ സ്ട്രെയിൻ ആണ് ഫൈ എന്താണ്? ഡെൽറ്റ എൽ ബൈ എൽ. ക്ലിയർ അല്ലേ? അപ്പോൾ ഷിയർ മോഡുലസ് എന്ന് വെച്ചാൽ ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ. വാട്ട് ഈസ് ഷിയർ സ്ട്രെസ്? ടാൻജൻഷ്യൽ ഫോഴ്സ് ബൈ ഏരിയ. ലോവർ ഫേസ് ഫിക്സ് ചെയ്താൽ അപ്പർ ഫേസിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ലോവർ ഫേസിന് മുകളിൽ കൂടെ അപ്പർ ഫേസ് തീന്തി മാറും അല്ലേ? ആ മാറുന്ന ആംഗിൾ ഫൈ ആണ്. ടാൻ ഫൈ ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ. ഫൈ വളരെ ചെറുതായതുകൊണ്ട് ഫൈ ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ. അങ്ങനെ നമുക്ക് ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ എന്നൊരു കൺസെപ്റ്റ് കംപ്ലീറ്റ് ആകും. അങ്ങനെയാണ് യങ്സ് മോഡുലസ്, ബോൾക്സ് മോഡുലസ്, ഷിയർ മോഡുലസ് നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? പക്ഷെ ഷിയർ മോഡുലസ് പറയുമ്പോൾ ഷേപ്പിനാണ് വ്യത്യാസം എന്ന് നിങ്ങൾ മറക്കരുത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ചില കാര്യങ്ങൾ പറയാം.
എഫ് ഇസ് ഈക്വൽ ടു കെ എക്സ് എന്നൊരു ഫോർമുല നിങ്ങൾ പഠിച്ചതാണ് സ്പ്രിങ്ങിൽ. എക്സിന് പകരം ഞാൻ എന്ത് കൊടുത്തു? ഡെൽറ്റ എൽ. എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ എൽ. വൈ ഇസ് ഈക്വൽ ടു എഫ് എൽ ബൈ എ ഇൻറ്റു ഡെൽറ്റ എൽ ആണ്. അപ്പോൾ എഫ് ഈക്വൽ ടു വൈ ഇൻറ്റു എ ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ എന്ന് വിളിച്ചു. ഈ രണ്ട് ഫോഴ്സും റീസ്റ്റോറിങ് ഫോഴ്സാണ്. അപ്പോൾ കെ ഇൻറ്റു ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു വൈ ഇൻറ്റു എ ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ. ഡെൽറ്റ എൽ ബൈ എൽ ക്യാൻസലായി. അപ്പോൾ കെ ഈക്വൽ ടു ഒരു പുതിയ ഫോർമുല നിങ്ങൾ പഠിക്കണം, എ വൈ ബൈ എൽ. കെ എന്ന് വെച്ചാൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റന്റ്. എ ഏരിയ ആണ്, വൈ യങ്സ് മോഡുലസ് ആണ്, എൽ ലെങ്ത് ആണ്. ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യങ്സ് മോഡുലസ് ആൻഡ് ഫോഴ്സ് കോൺസ്റ്റന്റ്. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നോക്കുക, ശ്രദ്ധിക്കുക. ഒരു ഇലാസ്റ്റിക് നേച്ചർ ഉള്ള ഒരു ഇലാസ്റ്റിക് വയർ, അതിൻ്റെ ലെങ്ത് എൽ, അതിൻ്റെ ഏരിയ എ, യങ്സ് മോഡുലസ് വൈ. ക്ലിയർ അല്ലേ? അതിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ് എഫ്, അത് കാരണം അതിലുണ്ടായ എക്സ്റ്റൻഷൻ ഡെൽറ്റ എൽ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ആ വയറിനെ പിടിച്ച് വലിക്കുമ്പോൾ, സോ വെൻ wire is stretched, its potential energy increase ചെയ്യും. ഓക്കെ അല്ലേ? പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യും. അപ്പം വർക്ക് ഡൺ ബൈ ദ വയർ ഇസ് ഈക്വൽ ടു പഠിച്ചു വയ്ക്കണം. ഇറ്റ് ഈസ്, എന്താണ് വർക്ക് ഡൺ ബൈ ദ വയർ? ജനറൽ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് സ്ക്വയർ ആണ്. കെക്ക് പകരം വൈ എ ബൈ എൽ. എക്സ് ഈസ് ഡെൽറ്റ എൽ ആണ്, അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഡെൽറ്റ എൽ സ്ക്വയർ എന്ന് കൊടുക്കാം. സോ ഹാഫ് ഇൻറ്റു വൈ എ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ എൽ സ്ക്വയർ. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് ഡൺ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻസൈഡ് ദ വയർ വെൻ വയർ ഈസ് സ്ട്രെച്ച്ഡ്, ഹാഫ് കെ എക്സ് സ്ക്വയർ. കെക്ക് പകരം വൈ എ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ എൽ സ്ക്വയർ. ഇനി ഇവിടെ നോക്കുക, ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു ഡെൽറ്റ എൽ സ്ക്വയർ. കെക്ക് പകരം എഫ് ബൈ ഡെൽറ്റ എൽ ഇൻറ്റു ഡെൽറ്റ എൽ ദ ഹോൾ സ്ക്വയർ. സോ ആൻസർ ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു ഡെൽറ്റ എൽ എന്ന് കിട്ടി. അപ്പോൾ വർക്ക് ഡൺ ടു സ്ട്രെച്ച് എ വയർ, എന്താണ് ഫോർമുല? ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു ഡെൽറ്റ എൽ. മറക്കരുത്, വർക്ക് ഡൺ ഈ സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഹാഫ് കെ എക്സ് സ്ക്വയർ ഒരു ഫോർമുലയാണ്. കെക്ക് പകരം വൈ എ ബൈ എൽ കൊടുക്കാം, അതൊരു ഫോർമുലയാണ്. പിന്നെ ഒരു ഫോർമുലയാണ് ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു ഡെൽറ്റ എൽ. സോ വർക്ക് ഡൺ ടു സ്ട്രെച്ച് എ വയർ ഈ സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ദ ഫോർമുല ഈസ് ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു ഡെൽറ്റ എൽ. ഇവിടെ നോക്കുക, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു ഡെൽറ്റ എൽ. അപ്പോൾ വർക്ക് പെർ വോളിയം ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. വർക്ക് പെർ വോളിയം. അപ്പോൾ വോളിയം കൊണ്ട് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡും വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? അതിന് പകരം ഞാൻ ഏരിയ ഇൻറ്റു എല്ല് കൊണ്ട് ഡിവൈഡ് ചെയ്തു. നിങ്ങൾക്കറിയാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്തു, റൈറ്റ് ഹാൻഡ് സൈഡും വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വോളിയം എന്ന് വെച്ചാൽ ഏരിയ ഇൻറ്റു ലെങ്ത് അല്ലേ? അപ്പോൾ വോളിയത്തിന് പകരം ഏരിയ ഇൻറ്റു എൽ എന്ന് എഴുതി. അപ്പോൾ വർക്ക് പെർ വോളിയം, വർക്ക് ഡൺ പെർ വോളിയം ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് ഫോഴ്സ് ബൈ ഏരിയ? സ്ട്രെസ് ആണ്. വാട്ട് ഈസ് ഡെൽറ്റ എൽ ബൈ എൽ? സ്ട്രെയിൻ ആണ്. സോ വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം അല്ലെങ്കിൽ എനർജി പെർ വോളിയം എന്ന് വിളിക്കാം. വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം അല്ലെങ്കിൽ എനർജി പെർ വോളിയം എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. ക്ലിയർ അല്ലേ? ഇതിനെ നമുക്ക് ഇ സ്ക്വയർ വൈ ബൈ 2 എന്ന് വിളിക്കാം. ഇ സ്ക്വയർ വൈ ബൈ 2 അല്ലെങ്കിൽ
സിഗ്മ സ്ക്വയർ ബൈ 2y എന്ന് വിളിക്കാം. കാരണം യങ്സ് മോഡുലസ് എന്ന് വെച്ചാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പോൾ ഇവിടെ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. സ്ട്രെസ്സിന് പകരം ഇ ഇൻറ്റു വൈ കൊടുക്കാം. സ്ട്രെസ്സിന് പകരം ഇ ഇൻറ്റു വൈ കൊടുത്താൽ ഇ സ്ക്വയർ വൈ ബൈ 2 ആവും. ഇനി സ്ട്രെയിനിന് പകരം നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? സ്ട്രെയിനിന് പകരം സിഗ്മ ബൈ വൈ എന്നും കൊടുക്കാം. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? സിഗ്മ സ്ക്വയർ ബൈ 2y. സോ വർക്ക് ഡൺ ടു സ്ട്രെച്ച് എ വയറിന്റെ ഫോർമുല ഹാഫ് കെ എക്സ് സ്ക്വയർ. കെക്ക് പകരം വൈ എ ബൈ എൽ, എക്സിന് പകരം ഡെൽറ്റ എൽ. വേറൊരു ഫോർമുല ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു ഡെൽറ്റ എൽ. പിന്നെ വർക്ക് പെർ വോളിയം, അതാണ് എനർജി പെർ വോളിയം. അതിന്റെ പേര് എനർജി ഡെൻസിറ്റി എന്നാണ്. ആ ഒരു ടേം കൂടെ ഓർത്തിരിക്കണം. എനർജി പെർ വോളിയത്തിന്റെ പേരെന്താണ്? എനർജി ഡെൻസിറ്റി. അതായത് നമ്മൾ നമ്മൾ ഒരു വയറിനെ പിടിച്ച് വലിക്കുമ്പോൾ ആ വയറിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് അതൊരു പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. എവിടെ? വയറിനുള്ളിൽ സ്റ്റോർ ചെയ്യും. അപ്പൊ അതിന്റെ എൻറ്റയർ വോളിയത്തിലായിരിക്കും ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ അത് അതിന്റെ ഫോർമുലയാണ് എഴുതിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? നമ്മൾ അത് കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഇവിടെ നോക്കുക. എഫും ഡെൽറ്റ എല്ലും തമ്മിലൊരു ഗ്രാഫ് വരച്ചാൽ ഇറ്റ് വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ. ആൻഡ് ഇതിൻ്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കാണ്. ഇതിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? വർക്ക് ഡൺ. സോ ഏരിയ അണ്ടർ ദ ഗ്രാഫ്, ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു ഡെൽറ്റ എൽ. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? മറക്കണ്ട. സോ ഏരിയ അണ്ടർ ഫോഴ്സ് എലോങ്ങേഷൻ ഗ്രാഫ് ഈസ് വർക്ക് ഡൺ. നമ്മൾ ആ ഒരു കാര്യം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ നോക്കുക. വെൻ എ വയർ undergoes elongation, when a wire undergoes elongation by its own weight, സ്വന്തം വെയിറ്റ് കാരണം ഒരു വയറ് എലോങ്ങേറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ സാധാരണ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടാണല്ലോ ഒരു വയറിനെ വലിച്ചുകൊണ്ട് പോകുന്നത്. സ്വന്തം വെയിറ്റ് കാരണം ഒരു വയർ എലോങ്ങേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വയറിൻ്റെ എലോങ്ങേഷൻ്റെ ഫോർമുല ഒന്ന് പഠിച്ചു വെച്ചോണം. WL/2AY. W എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ്. അപ്പം mgL/2AY അല്ലെങ്കിൽ ρL²G ഡിവൈഡഡ് ബൈ 2y. 3 ഇക്വേഷൻസ് ആണ്. when a wire elongates by its own weight, ഫോഴ്സ് കാരണമല്ല, സ്വന്തം വെയിറ്റ് കാരണം. അപ്പോൾ WL/2AY. ഡബ്ല്യുവിന് പകരം mg. ഇനി എമ്മിനെ മാറ്റി ഡെൻസിറ്റി ടേമിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ഈ ഫോർമുല അപ്ലൈ ചെയ്യണം. ρL²G/2y when a body elongates by its own weight. ഇനി ഇവിടെ നോക്കുക. ഇനി അടുത്തത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫാണ് പറയാൻ പോകുന്നത്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും ഗ്രാഫ് വരച്ചാൽ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും അല്ലേ? സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരച്ചാൽ അതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ അല്ലേ? ഈ ആംഗിൾ തീറ്റ. അപ്പോൾ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ഈസ് ടാൻ തീറ്റ. ടാൻ തീറ്റ ഈസ് y ആക്സിസ് ബൈ x ആക്സിസ്. അപ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ. വാട്ട് ഈസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അത് യങ്സ് മോഡുലസ് ആവാം, ബൾക്ക് ആവാം, ഷിയർ ആവാം. ചിലപ്പോൾ ക്വസ്റ്റ്യനകത്ത് ഈ ഒരു ആംഗിൾ വന്നു ആൽഫ, ടാൻ ആൽഫയാണ് ചോദിച്ചതെങ്കിൽ എന്ന് വിചാരിക്കുക. എന്താണ്? ടാൻ ആൽഫയാണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ടാൻ ആൽഫയാണെങ്കിൽ അത് ആക്ച്വലി എന്താണ്? ടാൻ 90 മൈനസ് തീറ്റയാണ്. ടാൻ ആൽഫയാണെങ്കിൽ അത് എന്താണ്? ദാറ്റ് ഈസ് ടാൻ 90 മൈനസ് തീറ്റ. സോ ടാൻ ആൽഫയാണ് അത് ചോദിക്കുന്നതെങ്കിൽ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു അത് ഇ ബൈ സിഗ്മയാണ്. സ്ട്രെയിൻ ബൈ സ്ട്രെസ് ആണ്. സോ ദാറ്റ് ഈസ് റെസിപ്രോക്കൽ ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മറക്കണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, ദിസ് ഈസ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റ് വരെ മാത്രമേ ഈ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആവുകയുള്ളൂ. അപ്പോൾ സ്ലോപ്പ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. ക്ലിയർ അല്ലേ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഗ്രാഫ്. ഓക്കെ.
ഇനി നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് തന്നു, സ്ട്രെസ് സ്ട്രെയിൻ, ഇത് വയർ 1, ഇത് വയർ 2. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ആംഗിൾ ആൽഫ, ഇതിൻ്റെ ആംഗിൾ ബീറ്റ. ആൽഫ ഗ്രേറ്റർ ദാൻ ബീറ്റയാണ്. അപ്പോൾ ടാൻ ആൽഫ ഗ്രേറ്റർ ദാൻ ടാൻ ബീറ്റയാണ്. എന്ന് വെച്ചാൽ സ്ലോപ്പ് കൂടുതലാണ്. സോ സ്ലോപ്പ് ഓഫ് വയർ 1 ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് വയർ 2. എന്ന് വെച്ചാൽ യങ്സ് മോഡുലസ് ഓഫ് വയർ 1 ഗ്രേറ്റർ ദാൻ യങ്സ് മോഡുലസ് ഓഫ് 2. കാര്യം സ്ലോപ്പ് ആണല്ലോ യങ്സ് മോഡുലസിനെ തീരുമാനിക്കുന്നത്. സോ 2 വയറുകൾ തന്നാൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ സ്ലോപ്പ് കൂടുതലുള്ള ആൾക്ക് യങ്സ് മോഡുലസും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് കഴിഞ്ഞു. ഇനി ഇവിടെ നോക്കുക, നമ്മളിതിൻ്റെ ഒരു ലാസ്റ്റ് സെക്ഷനുകളിലേക്കൊക്കെ വരികയാണ്. ഒരു ഫുൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഓക്കെ ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. ഇത് സ്ട്രെസ്, ഇത് സ്ട്രെയിൻ, ഇത് O. ഫസ്റ്റ് കാര്യം നിങ്ങൾ നോക്കേണ്ട, അറ്റ് O സ്ട്രെസ് ഈക്വൽ ടു സ്ട്രെയിൻ ആണ്. സോറി, അറ്റ് O സ്ട്രെസ് ഈക്വൽ ടു സ്ട്രെയിൻ ഈക്വൽ ടു 0 ആണ്. സോ ഓയിൽ ബോഡിക്ക് സ്ട്രെസ്സും ഇല്ല സ്ട്രെയിനും ഇല്ല. ഈ സ്ട്രെയിറ്റ് ലൈൻ ബിഹേവിയർ കാണിക്കുന്നത് പോയിന്റ് P വരെയാണ്. സ്ട്രെയിറ്റ് ലൈൻ ബിഹേവിയർ കാണിക്കുന്ന പോയിന്റ് P ആണ്. OP എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? പ്രപ്പോർഷണൽ ലിമിറ്റ് എന്ന് വിളിക്കും. OP എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? പ്രപ്പോർഷണൽ ലിമിറ്റ്. അതുവരെ മാത്രമാണ് ഈ പറയുന്ന ഹൂക്സ് ലോ ഹോൾഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി കുറച്ചുകൂടെ വേണമെങ്കിൽ ഇതിനെ നീട്ടാം. അതിനെ ഞാൻ M എന്ന് വിളിക്കും. അപ്പോൾ OMൻ്റെ പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. OMൻ്റെ പേര് ഇലാസ്റ്റിക് ലിമിറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ബോഡി ഇലാസ്റ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ട് പ്ലാസ്റ്റിക്കിലേക്ക് വരും. ഇനി അടുത്ത പോയിന്റ് ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാ കണ്ടല്ലോ, ഈ പോർഷൻ എന്താണ്? സ്ട്രെയിൻ ആണ്. ഈ പോർഷൻ എന്താണ്? സ്ട്രെസ് ആണ്. അപ്പോൾ സ്ട്രെയിൻ കൂടുതലും സ്ട്രെസ് കുറവുമാണ്. എന്ന് വെച്ചാൽ ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹയർ വാല്യൂസ് ഓഫ് സ്ട്രെയിൻ ഫോർ ലോവർ വാല്യൂസ് ഓഫ് സ്ട്രെസ്. ഒരു വയറിനെ നിങ്ങൾ ആദ്യം പിടിച്ച് വലിക്കുന്നു. വലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പഴയ ഫോഴ്സ് കൊടുക്കേണ്ട കാര്യമില്ല. കുറച്ച് ഫോഴ്സ് കൊടുത്താൽ തന്നെ വയർ നല്ല പോലെ അങ്ങ് വലിഞ്ഞു വരും. പ്ലാസ്റ്റിക് വയറുകൾ അല്ലെങ്കിൽ ഇൻസുലേറ്റഡ് വയറുകളൊക്കെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രപ്പോർഷണൽ ലിമിറ്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ സ്ട്രെസ് എത്ര സ്ട്രെസ് ആണോ അത്രയും സ്ട്രെയിൻ കിട്ടും. ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞാൽ കുറച്ച് സ്ട്രെസ്സിന് കൂടുതൽ സ്ട്രെയിൻ കിട്ടും. എന്ന് വെച്ചാൽ ബോഡി ഈസ് ലൂസിങ് ദ പ്രോപ്പർട്ടി ഓഫ് ഇലാസ്റ്റിസിറ്റി. ഈ പോയിന്റിനെ Q എന്ന് വിളിച്ചു. Q എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നിങ്ങൾ അപ്ലൈഡ് ഫോഴ്സ് വിഡ്രോ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ബോഡി വിൽ കം ബാക്ക് ആൻഡ് റീച്ചസ് എ പോയിന്റ് O'. അതായത് നിങ്ങൾ വലിച്ച് Q വരെ എത്തി, Qയിൽ നിന്ന് നിങ്ങൾ കൈവിട്ടു. ബോഡി ഒരു കാരണവശാലും QMPO എന്ന പാത്ത് സ്വീകരിക്കില്ല. പകരം ഇങ്ങനൊരു പാത്ത് വന്ന് O' വന്ന് അവസാനിക്കും. O' എന്താണ് സംഭവിക്കുന്നത്? ബോഡി O' ഇരിക്കുമ്പോൾ അവിടെ സ്ട്രെസ് 0 ആണല്ലേ, പക്ഷേ കുറച്ച് സ്ട്രെയിൻ ഉണ്ട്. എന്ന് വെച്ചാൽ 5 മീറ്റർ ആയിരുന്നു ബോഡിയുടെ ലെങ്ത്. വലിച്ച് 10 മീറ്ററിൽ എത്തിയിട്ട് കൈ പിടിച്ചപ്പോൾ അത് തിരിച്ച് 5ലേക്ക് വന്നില്ല, ഒരു 6ലേക്ക് വന്ന് നിന്നു. എന്ന് വെച്ചാൽ ബോഡിക്ക് പെർമനൻ്റ് ആയിട്ടൊരു ലെങ്ത് ഇൻക്രീസ് ആയി. ആ പെർമനൻ്റ് ഇൻക്രീസിനെ വിളിക്കുന്ന പേരാണ് O'. സോ O' ഈസ് പെർമനൻ്റ് സെറ്റ് എന്ന് വിളിക്കും. എന്താണ് അതിൻ്റെ പേര്? പെർമനൻ്റ് സെറ്റ്. ഒന്നുകൂടെ പറയാം, Oയിൽ സ്ട്രെസ്സും സ്ട്രെയിനും 0 ആണ്. സ്ട്രെസ്സും സ്ട്രെയിനും പ്രപ്പോർഷണൽ ആവുന്ന ലിമിറ്റ് OP ആണ്. M വരെ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിട്ട് നിൽക്കും. അതിൻ്റെ പേര് ഇലാസ്റ്റിക് ലിമിറ്റ്. അത് കഴിയുമ്പോൾ കുറച്ച് സ്ട്രെസ്സിന് കൂടുതൽ സ്ട്രെയിൻ. അപ്പോൾ ബോഡിക്ക് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നു എന്നർത്ഥം. ഇനി വീണ്ടും നിങ്ങൾ Qയിലെത്തിയിട്ട് കൈ പിടിച്ചാൽ ബോഡി ഒരിക്കലും അതിൻ്റെ ഒറിജിനൽ ലെങ്തിലേക്ക് തിരിച്ചു വരില്ല. ബോഡിയുടെ ലെങ്ത് കുറച്ച് കൂടുതലായിട്ട് നിൽക്കും. എന്ന് വെച്ചാൽ ബോഡി ഹാസ് ഗെയിൻഡ് എ പെർമനന്റ് പ്ലാസ്റ്റിക്. ബോഡി ഒരു പെർമനന്റ് ആയിട്ട് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ട്
അതൊരു പ്ലാസ്റ്റിക് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. സോ എം എന്ന് പറയുന്ന ഒരു സോൺ നിങ്ങൾ എടുത്താൽ ഇവിടെ വരെ മാത്രമാണ് ഇലാസ്റ്റിക് സോൺ ഉള്ളത്. എം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നുള്ള സോണിൻ്റെ പേര് പ്ലാസ്റ്റിക് സോൺ എന്നാണ്. സോ ബോഡി പെർമനൻ്റ്ലി പ്ലാസ്റ്റിക് ആയി എന്നുള്ളതിൻ്റെ സൂചനയാണ് ക്യൂയിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് ഓ ഡാഷിൽ എത്തിക്കുന്നത്. സോ ഇതിൻ്റെ പേര് എന്താണ്? പ്ലാസ്റ്റിക് സോൺ. ഇനി ഞാനിവിടെ ഒരു പോയിന്റ് എടുത്തു, ആ പോയിന്റ് ഇസഡ് എന്ന് വിളിച്ചു. അതിൻ്റെ പേര് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് എന്നാണ്. എന്താണ് അതിൻ്റെ പേര്? അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ്. അത്രയും സ്ട്രെസ് വരെ നിങ്ങൾക്ക് കൊടുക്കാം. അതുവരെ ബോഡി നോർമലായിട്ട് ബിഹേവ് ചെയ്യും. അതായത് ബോഡി പൊട്ടുകയോ ക്രാക്കുകളോ ഒന്നും വീഴില്ല. ഓക്കെ, സോ ഇസഡ് വരെ നിങ്ങൾക്ക് ബോഡിയിൽ സ്ട്രെസ് കൊടുത്തുകൊണ്ടിരിക്കുക. അതുവരെ ബോഡി നോർമലായിട്ട് ബിഹേവ് ചെയ്യും, ക്രാക്കുകളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ കെ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ബോഡി പൊട്ടും. അതിൻ്റെ പേരാണ് ബ്രേക്കിംഗ് സ്ട്രെസ്. സോ കെ ഈസ് ബ്രേക്കിംഗ് സ്ട്രെസ്. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എം തൊട്ട് കെ വരെയുള്ള റീജിയനെ വിളിക്കുന്നവരാണ് പ്ലാസ്റ്റിക് റീജിയൻ. എം തൊട്ട് കെ വരെയുള്ള റീജിയൻ്റെ പേരാണ് പ്ലാസ്റ്റിക് റീജിയൻ. പ്ലാസ്റ്റിക് റീജിയൻ്റെ വലിപ്പം വളരെ കൂടുതലാണെങ്കിൽ ബോഡി ഡക്ടൈൽ ഇൻ നേച്ചറാണ്. എന്ന് വെച്ചാൽ ബോഡിയെ നമുക്ക് വലിച്ച് ഷീറ്റിൻ്റെ രൂപത്തിലാക്കാം. പ്ലാസ്റ്റിക് റീജിയൻ വളരെ കുറവാണെങ്കിൽ ബോഡി പെട്ടെന്ന് പൊട്ടിപ്പോകുമെന്നാണ് അർത്ഥം. പ്ലാസ്റ്റിക് റീജിയൻ വളരെ കുറവാണെങ്കിൽ എം കഴിഞ്ഞ് തൊട്ടടുത്താണ് കെ കിടക്കുന്നതെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ കെയിൽ പൊട്ടിപ്പോയി, അപ്പോൾ ബോഡി പെട്ടെന്ന് പൊട്ടിപ്പോയി. അതിൻ്റെ ഒരു ബ്രിട്ടിൽ നേച്ചറാണ്. സോ പ്ലാസ്റ്റിക് സ്റ്റേജിൻ്റെ വലിപ്പം കൂടുതലാണെങ്കിൽ ബോഡി ഡക്ടൈലും, പ്ലാസ്റ്റിക് സ്റ്റേജിൻ്റെ വലിപ്പം വളരെ കുറവാണെങ്കിൽ ബോഡി ബ്രിട്ടിലാണെന്നും നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? സോ ബ്രിട്ടിൽ നേച്ചർ ആൻഡ് ഡക്ടൈൽ നേച്ചർ. ഇനി അടുത്ത കാര്യം ഇവിടെ നോക്കുക. ബ്രേക്കിംഗ് സ്ട്രെസ് എന്നൊരു ടേം പറയാം. ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് വെച്ചാൽ ബ്രേക്കിംഗ് ഫോഴ്സ് ബൈ ഏരിയ. ബ്രേക്കിംഗ് സ്ട്രെസ് ഈക്വൽ ടു ബ്രേക്കിംഗ് ഫോഴ്സ് ബൈ ഏരിയ. ബ്രേക്കിംഗ് സ്ട്രെസ് ഈസ് എ കോൺസ്റ്റന്റ്. ബ്രേക്കിംഗ് സ്ട്രെസ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ് ബ്രേക്കിംഗ് സ്ട്രെസ്. ഇറ്റ് ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ വാട്ട് ഈസ് ബ്രേക്കിംഗ് ഫോഴ്സ്? ബ്രേക്കിംഗ് ഫോഴ്സ് ഈസ് ബ്രേക്കിംഗ് സ്ട്രെസ് ഇൻടു ഏരിയ. സോ ബ്രേക്കിംഗ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ബ്രേക്കിംഗ് സ്ട്രെസ് ഈസ് കോൺസ്റ്റന്റ്. സോ കോൺസ്റ്റന്റ് ഇൻടു ഏരിയ. സോ ബ്രേക്കിംഗ് ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു ഏരിയ. സോ F1 by F2 ഈസ് ഈക്വൽ ടു A1 by A2. അപ്പോൾ ബ്രേക്കിംഗ് ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഏരിയ ഡിപ്പെൻഡ് ചെയ്യും. കൂടുതൽ ഏരിയ ഉണ്ടെങ്കിൽ കൂടുതൽ ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. സോ ബ്രേക്കിംഗ് സ്ട്രെസ് ഈസ് എ കോൺസ്റ്റന്റ്. ബ്രേക്കിംഗ് ഫോഴ്സ് ഈസ് ബ്രേക്കിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഏരിയ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രേക്കിംഗ് സ്ട്രെസ്സിൻ്റെ കൺസെപ്റ്റ്. ഇനി അടുത്ത നോക്കുക. ഇവിടെ ശ്രദ്ധിക്കുക. When a body breaks due to its own weight, സ്വന്തം വെയിറ്റ് കാരണമാണ് ഒരു ബോഡി പൊട്ടുന്നതെങ്കിൽ ബ്രേക്കിംഗ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു ബ്രേക്കിംഗ് ഫോഴ്സ് ബൈ ഏരിയ. സിഗ്മ ഇസ് ഈക്വൽ ടു ബ്രേക്കിംഗ് ഫോഴ്സ് ഈസ് mg by area. M is volume into density into G divided by area. What is volume? Area into length into rho into G by area. Area cancel. So L rho G എന്ന് കിട്ടും. So breaking stress ന്റെ വേറൊരു ഫോർമുല L rho G. അപ്പോൾ L is equal to sigma by rho G എന്ന് കിട്ടും. This is the maximum length. ഈ ലെങ്തിനേക്കാൾ കൂടുതലാണെങ്കിൽ ബോഡി ഒടിഞ്ഞ് താഴെ വീഴും. ഓക്കെ, സോ L is equal to sigma by rho G. What is sigma?
സിഗ്മ ഈസ് ബ്രേക്കിംഗ് സ്ട്രെസ്. അപ്പോൾ ദിസ് ഈസ് എ മാക്സിമം ലെങ്ത്. ഇതിനേക്കാൾ കൂടുതൽ ലെങ്ത് ആണെങ്കിൽ ബോഡി ഒടിഞ്ഞ് താഴെ വീഴും. ഈ എല്ലിന് വരെ എച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഒരു മരം ഒടിഞ്ഞ് താഴെ വീഴുന്ന കൺസെപ്റ്റ് എടുത്താൽ ഒരു പർട്ടിക്കുലർ ഹൈറ്റിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ മരം ഒടിഞ്ഞ് താഴെ വീഴും. സോ ദാറ്റ് ഇസ് എ മാക്സിമം ഹൈറ്റ് ദാറ്റ് ദ ട്രീ ക്യാൻ ഗ്രോ. ദാറ്റ് ഇസ് എ ബ്രേക്കിംഗ് ഹൈറ്റ് ഓഫ് എ ട്രീ. സോ എൽ ഈക്വൽ ടു സിഗ്മ ബൈ റോ ജി എന്ന് പറയുന്ന പോലെ എച്ച് ഈക്വൽ ടു സിഗ്മ ബൈ റോ ജി എന്ന് വിളിക്കാം. ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്യുന്ന കോൺസെപ്റ്റ് ആണ്, എലോങ്ങേറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റ് അല്ല. എലോങ്ങേറ്റ് ചെയ്യുന്നതിന് ഓൾറെഡി നമ്മളൊരു ഫോർമുല പഠിച്ചതാണ്, WL/2AY when a body elongates due to its own weight. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഇതാണ് ബ്രേക്കിംഗ് ഡ്യൂ ടു ഓൺ വെയിറ്റ്. ഇനി അടുത്ത 2-3 ചെറിയ കാര്യങ്ങൾ പഠിക്കുകയാണ്. ഇലാസ്റ്റോമേഴ്സ് എന്നൊരു എക്സാമ്പിൾ. ഇലാസ്റ്റോമേഴ്സ് എന്ന് വെച്ചാൽ എത്ര നമുക്കൊരു ബോഡിയെ അതിൻ്റെ ഒറിജിനൽ ലെങ്തിൻ്റെ 5-6 ഇരട്ടി വലിച്ചു നീട്ടാം. റബ്ബർ ബാൻഡ്, നമ്മുടെ ഹാർട്ടിൻ്റെ അയോർട്ട എന്ന് പറഞ്ഞ ആർട്ടറി, അത് വളരെ എക്സാമ്പിൾ ആണ്. ഇലാസ്റ്റോമേഴ്സിന് എക്സാമ്പിൾ ആണ് അയോർട്ട എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. ഹാർട്ടിൻ്റെ ആർട്ടറി ഒരു നെർവാണല്ലോ, അപ്പോൾ ഇത് വെയിൻ, അയോർട്ട ആർട്ടറിയാണ്. ഈ ആർട്ടറി എന്ന് പറയുന്ന സംഗതി നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് ഇങ്ങനെ കൂടി വരും. അത് വളരെ കുറേ നേരം കഴിഞ്ഞിട്ട് അത് പൊട്ടത്തുള്ളൂ. സോ ഇലാസ്റ്റോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ഇൻഡെഫിനിറ്റ് പ്ലാസ്റ്റിക് സ്റ്റേജ് ഉണ്ടെന്നർത്ഥം. അതിനൊരു ഇൻഡെഫിനിറ്റ് പ്ലാസ്റ്റിക് സ്റ്റേജ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അയോർട്ട എന്ന് വിളിക്കുന്നത്. ഒരു ഇൻഡെഫിനിറ്റ് പ്ലാസ്റ്റിക് സ്റ്റേജ്. അതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റും ബ്രേക്കിംഗ് പോയിന്റും ഓവർലാപ്പ് ചെയ്യും. ഇലാസ്റ്റിക് ലിമിറ്റും ബ്രേക്കിംഗ് പോയിന്റും ഓവർലാപ്പ് ചെയ്യും. അതായത് വലിച്ച് നിങ്ങൾക്ക് എൻ്റെ മാക്സിമം ലിമിറ്റ് വരെ എത്തിക്കാം. എന്നിട്ട് വലിച്ചാൽ പൊട്ടിപ്പോവും. എന്ന് വെച്ചാൽ ഇലാസ്റ്റിക് ലിമിറ്റിന് തൊട്ടടുത്താണ് ആര് കിടക്കുന്നത്? ബ്രേക്കിംഗ് പോയിന്റ് കിടക്കുന്നത്. സോ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് സ്റ്റേജ് എത്ര വേണമെങ്കിലും വലിച്ചു നീട്ടിക്കൊണ്ട് പോവാം. സ്ട്രെസ് ഈസ് പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ അല്ല, സ്ട്രെസ് ഈസ് പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ സ്ക്വയർ ആണ്. സോ ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. സ്ട്രെസ് ഈസ് പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ സ്ക്വയർ. അതാണ് ഇലാസ്റ്റോമേഴ്സിന് എക്സാമ്പിളും അതിൻ്റെ ഗ്രാഫും. ഇലാസ്റ്റോമേഴ്സ് ഒരു കൺസെപ്റ്റ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഇലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഇലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റ് എന്ന് വെച്ചാൽ ടൈം ലാഗ് ഫോർ എ ബോഡി ടു റിട്ടേൺ ടു ദ ഒറിജിനൽ പൊസിഷനാണ്. നിങ്ങളൊരു ബോഡിയെ വലിക്കുന്നു, വലിച്ച് അതിനെ നീട്ടിക്കൊണ്ട് വരുന്നു, എന്നിട്ട് കൈവിട്ടാൽ അത് അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് എത്താൻ ഒരു സമയമെടുക്കും. ആ സമയത്തിൻ്റെ ലാഗിനെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റ്. ഇലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ടൈം ലാഗ് ആണെന്ന് അർത്ഥം. ടൈം ലാഗ് ഫോർ എ ബോഡി ടു കം ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷൻ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റ് എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയി. സോ ലാസ്റ്റ് കാര്യം ഇവിടെ ശ്രദ്ധിക്കുക. ഇലാസ്റ്റിക് ഫറ്റീഗ് എന്ന് പറയും. ഇലാസ്റ്റിക് ഫറ്റീഗ് എന്ന് വെച്ചാൽ നിങ്ങളൊരു ബോഡിയെ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെസ് കൊടുക്കുക, സ്ട്രെയിൻ അപ്ലൈ ചെയ്യുക, സ്ട്രെസ് കൊടുക്കുക, സ്ട്രെയിൻ അപ്ലൈ ചെയ്യുക. സോ റിപ്പീറ്റഡ് ഓൾട്ടർനേറ്റ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. വെൻ എ ബോഡി ഈസ് സബ്ജക്റ്റഡ് ടു ഓൾട്ടർനേറ്റ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഓൾട്ടർനേറ്റ് ആയിട്ട് സ്ട്രെസ്സും സ്ട്രെയിനും ഒരു ബോഡിയിൽ സബ്ജക്റ്റ് ചെയ്താൽ ആ ബോഡി കുറേ നേരം കഴിയുമ്പോൾ അതിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടും. ഫോർ എക്സാമ്പിൾ, ഒരു സ്പ്രിങ്, ആ സ്പ്രിങ്ങിൽ ഒരു 5 കിലോ തൂക്കിയിടുന്നു, കുറച്ച് കഴിഞ്ഞ് 10 ഇടുന്നു, 20 ഇടുന്നു, 50 ഇടുന്നു. അങ്ങനെ കുറേ നേരം കഴിയുമ്പോൾ സ്പ്രിങ് ഇങ്ങനെ വലിഞ്ഞു തന്നെ നിൽക്കും, തിരിച്ച് കയറിപ്പോവാൻ സമയമെടുക്കും. അപ്പം ടെമ്പററിലി ആയിട്ട് ഒരു സ്പ്രിങ്ങിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുകയാണ് ഡ്യൂ ടു റിപ്പീറ്റഡ് ലോഡിങ് ആൻഡ് അൺലോഡിങ്. ആ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് ഫറ്റീഗ്. സോ റിപ്പീറ്റഡ് ലോഡിങ്ങും അൺലോഡിങ്ങും കാരണം ടെമ്പററിലി ആയിട്ട് നഷ്ടപ്പെടുന്ന ഇലാസ്റ്റിക് പ്രോപ്പർട്ടി, അതിൻ്റെ പേരാണ് ഇലാസ്റ്റിക് ഫറ്റീഗ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്റർ. വളരെ കുറച്ച് ചെറിയൊരു ചാപ്റ്ററാണ്. അതിൻ്റെ എല്ലാ തിയറി പാർട്സും നമ്മൾ പറഞ്ഞു. പ്രോബ്ലം ആണെങ്കിൽ വളരെ സിമ്പിളാണ്. അത് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യും. ഇനി ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കിടക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പറ്റും.
കുറേ തിയറി ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽസും ആണ് നമ്മൾ ഈ സെഷനിൽ ആഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോപ്പർട്ടി ഓഫ് എ ബോഡി ബൈ വെർച്യൂ ഓഫ് വിച്ച് ഇറ്റ് ടെൻസ് ടു റീഗെയിൻ ദ ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ആ പ്രോപ്പർട്ടിയുടെ പേരെന്താണ്. ഇലാസ്റ്റിസിറ്റി എന്നാണ് ആ പ്രോപ്പർട്ടിയുടെ പേര്. ഓപ്ഷൻ എ ആണ് ഉത്തരം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ഈസ് മോസ്റ്റ് ഇലാസ്റ്റിക്? ഞാൻ പഠിപ്പിച്ചതാണ്. മോസ്റ്റ് ഇലാസ്റ്റിക് ആരാണ്? സ്റ്റീലാണ്. റൈറ്റ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ഫോഴ്സസ് ആർ അപ്ലൈഡ് ഓൺ എ ബോഡി സച്ച് ദാറ്റ് ഇറ്റ് ഈസ് സ്റ്റിൽ ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ദ എക്സ്റ്റെൻഡ് ടു വിച്ച് ദ ബോഡി ഗെറ്റ്സ് ഡിഫോംഡ്. ഒരു ബോഡി ഡിഫോം ആവാനുള്ള കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ മീൻസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സെക്കൻഡ് വൺ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫോമിംഗ് ഫോഴ്സ്. രണ്ടും ശരിയാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും അതിനോടൊപ്പം ബോഡിയുടെ നേച്ചറും തീരുമാനിക്കും ബോഡി എത്രത്തോളം എക്സ്റ്റെൻഡഡ് ആവുമെന്ന്. സോ ഇറ്റ് ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ സി. ഫോർത്ത് ക്വസ്റ്റ്യൻ, റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയുടെ പേരെന്താണ്? സ്ട്രെസ് എന്നാണ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയുടെ പേര് സ്ട്രെസ് എന്നാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഇൻ മാഗ്നിറ്റ്യൂഡ് ഹൈഡ്രോളിക് സ്ട്രെസ്. ഹൈഡ്രോളിക് സ്ട്രെസ് എന്ന് ഉദ്ദേശിക്കുന്നത് വോളിയം സ്ട്രെസ്സാണ്. ഹൈഡ്രോളിക് സ്ട്രെസ്സിൻ്റെ വേറൊരു പേര് വോളിയം സ്ട്രെസ്സാണ്. അത് പ്രഷറിന് ഈക്വലൻ്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ഹൈഡ്രോളിക് സ്ട്രെസ് അല്ലെങ്കിൽ വോളിയം സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഹൈഡ്രോളിക് പ്രഷർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ബി സ്ട്രെച്ച് ടു കോസ് ലാർജ് സ്ട്രെയിൻ. ലാർജ് സ്ട്രെയിൻ മീൻസ് ഒരുപാട് വലിച്ചു നീട്ടാൻ പറ്റും. ദേ ആർ ഡക്റ്റൈൽ. സോ ആൻസർ ഈസ് ഡക്റ്റൈൽ, ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷിയറിംഗ് സ്ട്രെസ് ചേഞ്ചസ്. നമ്മൾ പഠിപ്പിച്ചതാണ്. ഷിയറിംഗ് സ്ട്രെസ് ഷേപ്പ് ചേഞ്ച് ചെയ്യും എന്നാണ് നമ്മൾ പഠിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റീസൺ ഫോർ ചേഞ്ച് ഇൻ ഷേപ്പ് ഓഫ് ദ റെഗുലർ ബോഡി. ഷിയർ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഇറ്റ് ഈസ് ഷിയറിംഗ് സ്ട്രെയിൻ. ഇറ്റ് ഈസ് ഷിയറിംഗ് സ്ട്രെയിൻ. അടുത്തത്, ഷിയറിംഗ് സ്ട്രെയിൻ ഈസ് എക്സ്പ്രസ്ഡ് ബൈ. നമ്മൾ പഠിപ്പിച്ചതാണ് ആംഗിൾ ഓഫ് ഷിയർ ഫൈ ആണ്. ആംഗിൾ ഓഫ് ഷിയർ ഫൈ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റൻസസ് ലോവസ്റ്റ് ഇലാസ്റ്റിസിറ്റി. ഏറ്റവും കുറഞ്ഞ ഇലാസ്റ്റിസിറ്റി ആർക്കാണ്? വുഡിനാണ് അല്ലേ. സ്റ്റീല്, റബ്ബർ, കോപ്പർ ഒക്കെ ഇലാസ്റ്റിക് ആണ് ഒരു പരിധി വരെ. പക്ഷെ വുഡ് ഒട്ടും ഇലാസ്റ്റിക് അല്ല. സോ നമ്മൾ 10 തിയറി ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലാസ്റ്റിക് മോഡുലസ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് ആൻ ഒബ്ജക്റ്റ് ആസ് ദേ റെസ്പോണ്ട് ടു ഡിഫോമിംഗ് ഫോഴ്സസ്. എല്ലാം ഇതിന് എക്സാമ്പിൾ ആണ് അല്ലേ. ഇലാസ്റ്റിക് മോഡുലസ്, ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്ന യങ്സ് മോഡുലസ് ഉണ്ട്, ഷിയർ ഉണ്ട്, ബൾക്സ് മോഡുലസ് ഉണ്ട്. സോ ആൻസർ ഈസ് ഓൾ ഓഫ് ദിസ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ മാസ് എം, ഒരു മാസ് എം എലോങ്ങേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഒരു വയറിൽ. അതിൻ്റെ എലോങ്ങേഷൻ ഡെൽറ്റ എൽ ആണ്. റേഡിയസ് ആർ ആണ്. യങ്സ് മോഡുലസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് യങ്സ് മോഡുലസിൻ്റെ ഫോർമുല? എഫ് എൽ ബൈ എ വൈ ആണ്. ഇവിടെ എഫ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വയറിൻ്റെ അറ്റത്ത് ഒരു മാസ് തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് ആണ് ഫോഴ്സ്. അപ്പോൾ ഫോഴ്സിന് പകരം എം ജി ഇൻറ്റു എൽ. ഇനി ഒരു വയറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് എടുക്കേണ്ടത്. സോ നിങ്ങൾക്കറിയാം ഇതാണ് വയറെങ്കിൽ ഇതിലെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്ന സർക്കുലാർ ക്രോസ് സെക്ഷൻ ആണ്. സോ സർക്കുലാറിൻ്റെ ഏരിയ എന്താണ്? പൈ ആർ സ്ക്വയർ ഇൻറ്റു, സോ വൈ ഇസ് ഈക്വൽ ടു എഫ് എൽ ബൈ എ ഇൻറ്റു ഡെൽറ്റ എൽ ആണ് കേട്ടോ. സോ ഡെൽറ്റ എൽ, സോ ആൻസർ ഈസ് എം ജി എൽ ബൈ പൈ ആർ സ്ക്വയർ ഡെൽറ്റ എൽ ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് റിലവൻറ്റ് ഓൺലി ഫോർ സോളിഡ്. സോളിഡ്സിന് മാത്രം പറയാൻ പറ്റുന്ന ആരൊക്കെയാണ്? യങ്സ് മോഡുലസ് പറയാം, ബൾക്സ് മോഡുലസും പറയാം അല്ലേ. യങ്സ് മോഡുലസ് പറയാം, ബൾക്സ് മോഡുലസ് റിലവൻറ്റ് ഓൺലി ഫോർ സോളിഡ്സ് ആണ്. സോറി, അപ്പോൾ ബൾക്സ് മോഡുലസ് നമുക്ക് നോക്കാം. ഓൺലി ഫോർ സോളിഡ്സ്, സോളിഡ്സിന് മാത്രം പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് യങ്സ് മോഡുലസും ഷിയറും ആണ്. ബൾക്കാണെങ്കിൽ സോളിഡിനും ലിക്വിഡിനും ഗ്യാസിനും പറയാം. സോ ആൻസർ യങ്ങും ഷിയറും ആണ്. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ, വെൻ എ ഫ്ലൂയിഡ് കംപ്രസസ് ആൻ ഒബ്ജക്റ്റ് ഹൂക്സ് ലോ ഈസ് എക്സ്പ്രസ്ഡ് ആസ്. ഒരു ഫ്ലൂയിഡ് ഒരു ഒബ്ജക്റ്റിനെ കംപ്രസ് ചെയ്യുമ്പോൾ ഹൂക്സ് ലോ ഈസ് എക്സ്പ്രസ്ഡ് ആസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, അതായത് ബൾക്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു ഡി പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഡി പി ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ഡെൽറ്റ വി ബൈ വി ആണ്. ഡി പിക്ക് പി എന്ന് കൊടുക്കാം. സോ പി ഇസ് ഈക്വൽ ടു ബൾക്സ് മോഡുലസ് ഇൻറ്റു ഡെൽറ്റ വി ബൈ വി. ഓപ്ഷൻ സി ആണ്. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. റെസിപ്രോക്കൽ ഓഫ് ബൾക്സ് മോഡുലസ്. ഒരു ബൾക്സ് മോഡുലസിൻ്റെ റെസിപ്രോക്കലിനെ എന്ത് വിളിക്കും? നമുക്കറിയാം ബൾക്സ് മോഡുലസ് റെസിപ്രോക്കലിനെ കംപ്രസിബിലിറ്റി എന്നാണ് വിളിക്കുന്നത്. മോഡുലസ് ഓഫ് റിജിഡിറ്റി ഓഫ് എ ലിക്വിഡ്. ഒരു ലിക്വിഡിൻ്റെ മോഡുലസ് ഓഫ് റിജിഡിറ്റി അത് എന്താണ്? 0 ആണ്. കാര്യം മോഡുലസ് ഓഫ് റിജിഡിറ്റി സോളിഡിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ലിക്വിഡിന് അത് പറയാൻ പറ്റാത്തത് കൊണ്ട് ആൻസർ 0 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഹൂക്സ് ലോ ഓഫ് ഇലാസ്റ്റിസിറ്റി, സ്ട്രെസ് കൂടുമ്പോൾ സ്ട്രെയിൻ കൂടും. പക്ഷേ റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ്റെ പേര് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നല്ലേ? അത് ഓൾവേസ് കോൺസ്റ്റൻ്റ് അല്ലേ? സോ സ്ട്രെസ് കൂട്ടിയാൽ സ്ട്രെയിൻ കൂടുമായിരിക്കും, പക്ഷെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മൾ പഠിപ്പിച്ചതാണ്, പക്ഷേ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ നമുക്ക് ആദ്യം ടാൻ തീറ്റ എടുക്കാം. ടാൻ തീറ്റ എന്ന് വെച്ചാൽ y ബൈ എക്സ് ആണ്. y ആരാണ് ഇവിടെ? സ്ട്രെയിൻ ബൈ സ്ട്രെസ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ടാൻ 90 മൈനസ് തീറ്റയാണ്. നമുക്കറിയാം ടാൻ 90 മൈനസ് തീറ്റ എന്ന് വെച്ചാൽ കോട്ട് തീറ്റയാണ്. കോട്ട് തീറ്റ എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ ഓഫ് ടാൻ തീറ്റയാണ്. അപ്പോൾ അത് ആരാണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ആരാണ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അഥവാ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഞാൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ സ്ട്രെസ് വൈയിലും സ്ട്രെയിൻ എക്സിലുമാണ് തന്നിരുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ക്വസ്റ്റ് ശ്രദ്ധിച്ചോണം. നെക്സ്റ്റ് ക്വസ്റ്റിനൂടെ ശ്രദ്ധിക്കുക. ഒരു യൂണിഫോം ക്യൂബ് സബ്ജക്റ്റ് ടു വോളിയം കംപ്രഷൻ ആണ്. അപ്പോൾ ക്യൂബിനെ കംപ്രസ് ചെയ്തു. ഓരോ സൈഡും 1% ആണ് കംപ്രസ് ചെയ്തത്. അപ്പോൾ ബൾക്ക് സ്ട്രെയിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് L ക്യൂബാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ എറർ പഠിച്ചതാണ്. അപ്പോൾ ഡെൽറ്റ വി ബൈ വി എന്ന് വെച്ചാൽ 3 ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ ആണ്. ഡെൽറ്റ എൽ ബൈ എൽ 1% ആണ്. അപ്പോൾ ആൻസർ എത്രയാണ് ഇവിടെ? 3% ആണ് ആൻസർ. 3% എന്ന് വെച്ചാൽ എത്രയാണ്? 0.03 ആണ്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. ടു ബ്രേക്ക് എ വയർ, ഒരു വയർ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കൊടുത്തു. മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി 3 ഇൻറ്റു 10⁻³ ആണ്. ലെങ്ത് ഓഫ് ദ വയർ വിച്ച് വിൽ ബ്രേക്ക് ബൈ ഇറ്റ്സ് ഓൺ വെയിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ അറിയാം, നമ്മൾ ഓൾറെഡി ബ്രേക്കിംഗ് ഫോഴ്സിൻ്റെ കൺസെപ്റ്റ് പഠിച്ചപ്പോൾ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചതാണ്. സ്വന്തം വെയിറ്റ് കാരണം പൊട്ടിപ്പോകാൻ അതിൻ്റെ ലെങ്ത് ആണ് കാരണമെങ്കിൽ, സ്വന്തം വെയിറ്റ് കാരണം പൊട്ടിപ്പോവാൻ അതിൻ്റെ ലെങ്ത് ആണ് കാരണമെങ്കിൽ നമ്മൾ എഴുതുന്ന ഇക്വേഷൻ എന്താണ്? ബ്രേക്കിംഗ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു mg ബൈ a ആണ് അല്ലേ? ഇവിടെ ബ്രേക്കിംഗ് സ്ട്രെസ്സിന് പകരം 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 10⁻⁶ എന്ന് കൊടുക്കാം. ഇനി മാസ് ഇവിടെ തന്നിട്ടില്ല. മാസിന് പകരം a ഇൻറ്റു എൽ റോ ജി ബൈ a ആണ്. എയും എയും കട്ട് ചെയ്തു. അപ്പോൾ 10⁻⁶ ഈക്വൽ ടു എൽ റോ ജി എന്നാണ് വരുന്നത്. ഇനി എൽ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. എത്ര ലെങ്ത് വരെ നീളമാവാം? എൽ ഈക്വൽ ടു 10⁻⁶ ബൈ റോ ജി. റോയിൻ്റെ വാല്യൂ 3 ഇൻറ്റു 10⁻³ ജീൻ്റെ വാല്യൂ 10 ആണ്. സോ 10⁻⁶ ബൈ 3 ഇൻറ്റു 10⁻⁴. സോ 10⁻⁶ ബൈ 10⁻⁴ എന്ന് പറയുമ്പോൾ അത് 100 ആണ്. 100 ബൈ 3 ആണ്. സോ ഇതിൻ്റെ ആൻസർ 33.3 മീറ്റർ വരും.
അപ്രോക്സിമേറ്റ്ലി ആൻസർ 34 മീറ്റർ എന്ന് എഴുതാം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ ദ ലെങ്ത് അപ് ടു വിച്ച് ദ റോഡ് ക്യാൻ ഹോൾഡ് ഇറ്റ്സ് വെയ്റ്റ്, ആ ലെങ്തിന് മുകളിൽ പോയി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകുമെന്നർത്ഥം. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? സോ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മെറ്റലിൻ്റെ ലെങ്ത് L1 ആണ്, അതിൽ T1 എന്ന ടെൻഷൻ കൊടുക്കുമ്പോൾ, ടെൻഷൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഫോഴ്സ് ആണ്. അപ്പോൾ ലെറ്റ് ഒറിജിനൽ ലെങ്തിനെ ഞാൻ L എന്ന് വിളിച്ചു. ഒറിജിനൽ ലെങ്ത് Lൽ നിന്ന് എന്തിലേക്ക് ചേഞ്ച് ചെയ്തു? L1ലേക്ക് ചേഞ്ച് ചെയ്തു. അതിന് കാരണം T1 എന്ന ഫോഴ്സാണ്. സോ വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ ലെങ്ത് ഹിയർ? L1 മൈനസ് L. അതിന് കാരണം T1 ആണ്. അക്കോർഡിംഗ് ടു ഹൂക്സ് ലോ, T1 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ L, L1 മൈനസ് L. അതേപോലെ T2 അപ്ലൈ ചെയ്തപ്പോൾ ലെങ്ത് എത്രയാണ്? L2 ആയി. സോ L2 മൈനസ് L. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അവർ ചോദിച്ചിരിക്കുന്നത് വയറിൻ്റെ ഒറിജിനൽ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. വയറിൻ്റെ ഒറിജിനൽ ലെങ്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ അങ്ങ് ഡിവൈഡ് ചെയ്തു, T1 ബൈ T2. അപ്പോൾ L1 ബൈ L ഡിവൈഡഡ് ബൈ L2 മൈനസ് L എന്ന് കിട്ടി. സോ T1 ബൈ T2 ഈസ് ഈക്വൽ ടു L1 മൈനസ് L ഡിവൈഡഡ് ബൈ L2 മൈനസ് L. T1 L2 മൈനസ് T1 L ഈസ് ഈക്വൽ ടു L1 T2 മൈനസ് L T2 എന്ന് വന്നു. സോ T1 L2 മൈനസ് L1 T2 ഈസ് ഈക്വൽ ടു, ഇവിടെ ശ്രദ്ധിക്കുക, T1 L2 മൈനസ് L T2 ഈസ് ഈക്വൽ ടു T1 L മൈനസ് L T2 എന്ന് വന്നു. സോ T1 L2 മൈനസ് L1 T2 ഈസ് ഈക്വൽ ടു, L പുറത്തെടുക്കുമ്പോൾ T1 മൈനസ് T2 എന്ന് വന്നു. അപ്പോൾ L ഈസ് ഈക്വൽ ടു T1 L2 മൈനസ് T2 L1 ഡിവൈഡഡ് ബൈ T1 മൈനസ് T2 എന്നാണ് ഒരു ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ അല്ല, ഈ ഓപ്ഷനും അല്ല. ഈ ഓപ്ഷനിലൊരു പ്രശ്നമുള്ളത് T2 മൈനസ് T1 ആണ്. അപ്പോൾ നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം മുകളിലും താഴെയും. അപ്പോൾ എന്ത് വരും? T2 L1 മൈനസ് L2 T1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 എന്ന് കിട്ടും. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. സോ ആദ്യം ലെങ്ത് L ആയിരുന്നു, അത് L1ലേക്ക് മാറി ബൈ അപ്ലൈയിങ് T1 എന്ന ഫോഴ്സ്. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? പിന്നീട് L എന്ന് പറയുന്ന ലെങ്ത് L2ലേക്ക് മാറി, അപ്പോഴത്തെ ഫോഴ്സ് എത്രയാണ്? T2. അപ്പോൾ T1 ബൈ T2നെ L1 മൈനസ് L ബൈ L2 മൈനസ് L എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? താങ്ക് യു.